നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. യുദ്ധം ഞങ്ങൾ ജയിച്ചെന്ന് ഇറാൻ. രാഷ്ട്രീയമായും സൈനികമായും വിജയം നേടിയെന്ന സ്പീക്കർ മുഹമ്മദ് ഗാലിഗാഫ്. പ്രതിരോധത്തിൽ നിന്ന് ആക്രമണാത്മക നിലപാടിലേക്ക് മാറാൻ ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന് IRGC. അമേരിക്കയുടെ ഗുരുതരമായ ലംഘനങ്ങൾ കാരണം ധാരണാപത്രത്തിലെ സമയപരിധി പൂർണ്ണമായും അപ്രസക്തമായി മാറിയെന്നും ഇറാൻ. ജൂണിൽ ഒപ്പുവെച്ച ഇറാൻ-US ധാരണാപത്രത്തിന്റെ കാലാവധി അവസാനിച്ചു. US പ്രസിഡന്റ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ജാരഡ് കുഷ്ണർ ഇസ്രായേലിൽ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണും. ഗസ സമാധാന പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച. സന്ദർശനം ഹമാസുമായി കുഷ്ണർ അപൂർവമായ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ. ഒറ്റ രാത്രി കൊണ്ട് റഷ്യയിലേക്ക് കുതിച്ചെത്തിയത് 800-ലധികം ഉക്രൈനിയൻ ഡ്രോണുകൾ. 600 എണ്ണവും മോസ്കോ നഗരത്തെ ലക്ഷ്യമിട്ടു. 2026 ഏറ്റവും വലിയ വ്യോമാക്രമണവുമായി യുക്രൈൻ. 7 മരണം. മോസ്കോയിലെ വെൽഡബറി വെയർഹൌസിന് തീപിടിച്ചു. യുക്രൈൻ ഉപയോഗിച്ചത് സ്വന്തമായി നിർമ്മിച്ച ആയുധങ്ങൾ. യുദ്ധം വീണ്ടും മുറുകുന്നു. ടിയാൻമെൻ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം സ്വീകരിച്ച നടപടികളെ ന്യായീകരിച്ച് ചൈനീസ് പ്രസിഡന്റ്. രാജ്യം തളരാത്ത പോരാട്ടവീര്യം പ്രകടിപ്പിക്കണമെന്നും ആഹ്വാനം. വിദ്യാർത്ഥികളെ നേരിടാൻ സൈന്യത്തെയും ടാങ്കറുകളെയും ഉപയോഗിച്ചതിന് ന്യായീകരണം. മോഹൻലാൽ ചിത്രം അതിമനോഹരത്തിന് ശബരിമല സന്നിധാനത്ത് ചിത്രീകരണ അനുമതിയില്ല. ഷൂട്ടിങ്ങിന് അനുമതി നിഷേധിച്ച റാന്നി DFOയുടെ ഉത്തരവിൽ ഹൈക്കോടതി ഇടപെട്ടില്ല. റാന്നി ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള നിലയ്ക്കലും പമ്പയിലും ചിത്രീകരണത്തിന് തടസ്സമില്ല. ഫുട്ബോൾ അവസാനിപ്പിക്കുമെന്ന സൂചനയുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ സീസൺ തന്റെ അവസാനത്തേതാകാൻ സാധ്യതയുണ്ടെന്ന് ക്രിസ്ത്യാനോ. കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ഭാവി ജീവിതത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് അഭിമുഖത്തിൽ താരം. റെയിൽവേ സ്റ്റേഷനുകളിലെ കുടിവെള്ളം ഗുരുതരമായ ആരോഗ്യ ഭീഷണിയാകുന്നുവെന്ന് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്. വാട്ടർ കൂളറുകളിലെ വെള്ളത്തിൽ പോലും ഈക്കോളി ബാക്ടീരിയ. ഭക്ഷ്യവിഷബാധ, വയറിളക്കം, വൃക്കത്തകരാർ എന്നിവയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളും ആശങ്കപ്പെടാനില്ലെന്ന് അധികൃതർ. BJP ദേശീയ നേതൃത്വത്തിൽ വൻ അഴിച്ചുപണി. K. സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറിയാക്കി. AP അബ്ദുള്ളക്കുട്ടിയെ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. പീയൂഷ് ഗോയൽ ദേശീയ ട്രഷറർ. 8 ജനറൽ സെക്രട്ടറിമാരിൽ സ്മൃതി ഇറാനി ഏക വനിത. CPM നിയന്ത്രണത്തിലുള്ള ഹലാൽ ഫാദിയ ബാങ്കിനെതിരായ ആരോപണത്തിൽ വിശദീകരണവുമായി ഭരണസമിതി. ആരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ടില്ല. പണം സ്വീകരിച്ചത് ഓഹരികളായി. സെപ്റ്റംബറിൽ ഓഹരി ഉടമകളുടെ യോഗം വിളിക്കുമെന്നും ഭരണസമിതി. അർജുനായികയുമായി തെളിവെടുപ്പ് നടത്തിയ അന്വേഷണ സംഘം. തെളിവെടുപ്പ് കടവന്ത്ര RK അപ്പാർട്ട്മെന്റിൽ. നടപടി കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഹൈക്കോടതി അനുവദിച്ചത് 2 ദിവസത്തെ കസ്റ്റഡി. പാലക്കാട്ടെ ലഹരിവേട്ടയിൽ പിടിയിലായവർക്ക് പിന്നിൽ അന്തർ സംസ്ഥാന ലഹരി മാഫിയെന്ന് പോലീസ്. 1 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി പിടിയിലായത് യുവതി ഉൾപ്പെടെ 3 പേർ. മുഖ്യപ്രതി മണ്ണാർക്കാട് സ്വദേശി സലീം. തൃശൂർ പാവറട്ടിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. മരിച്ചത് 70-കാരി ഡോളി. പ്രതി ബെൻഹർ പോലീസ് പിടിയിൽ. പിടിച്ചുമാറ്റാൻ ശ്രമിച്ച അയൽവാസിക്കും പരിക്ക്. PSC ക്രമക്കേടിൽ ഇടപെട്ട് ഗവർണർ. ലോക്ഭവൻ നിയമോപദേശം തേടി. ആക്ഷേപങ്ങളിൽ എങ്ങനെ ഇടപെടാനാകുമെന്ന് പരിശോധിക്കുന്നു. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് ലഭിച്ചത് നിരവധി പരാതികൾ. നെടുമ്പാശ്ശേരിയിൽ ഹോട്ടലിൽ തീപിടുത്തം. റെസ്റ്റോറന്റിലുണ്ടായിരുന്ന ആളുകളെ സുരക്ഷിതമായി മാറ്റി. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. ബീഹാറിലെ ലക്കിസരായിൽ അശോക് ധാം ക്ഷേത്രത്തിൽ ദുരന്തം. തിരക്കിൽപ്പെട്ട് 7 മരണം. 12ഓളം പേർക്ക് പരിക്കേറ്റു. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് കമ്പി പൊട്ടി വീണത് ജനത്തെ പരിഭ്രാന്തരാക്കി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. യുദ്ധം ജയിച്ചെന്ന അവകാശവാദവുമായി ഇറാൻ.
ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാങ്കർ ഖാലിഗാഫ് ഇക്കാര്യം പരസ്യമായി അവകാശപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ സൈനികമായും രാഷ്ട്രീയമായും നാം ഈ യുദ്ധം ജയിച്ചു എന്ന് പൂർണ്ണ ഹൃദയത്തോടെ പ്രഖ്യാപിക്കുന്നുവെന്നായിരുന്നു ഖാലിഗാഫിന്റെ വാക്കുകൾ. میخوام بگم امروز ما در یک جنگ ناجوانمردانه‌ای که در رأسش آمریکا و رژیم صهیونیستی هستند ملت ما شجاعانه مردانه خالصانه ایستاد جنگید و من به عنوان یک خدمتگزار به عنوان یک برادری که به جزئیات کار آشنا هستم با همه وجودم میگم ما در این جنگ در بعد نظامی و در بعد سیاسیش به معنای واقعی خودش پیروز شدیم. من در اون مصاحبه اول جنگ رمضان وسط جنگ اشاره کردم. ആദ്യമായാണ് ഒരുപക്ഷെ ഇറാൻ ഇത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. ഖാലിഗാഫിന്റെ വാക്കുകൾ വളരെ പ്രധാനമാണ്. ജയം അവകാശപ്പെടുന്നു. അത് മാത്രമല്ല, ഇന്നിപ്പോ US ഇറാൻ സമാധാന കരാറിന്റെ ദിവസം ഇന്ന് അവസാനിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ IRGC പറയുന്നത് ഇനി ഞങ്ങൾ പ്രതിരോധത്തിനില്ല, യുദ്ധം ആക്രമണമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് ഇറാൻ മാറുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇത്. നേരത്തെ പറഞ്ഞതുപോലെ തങ്ങൾ ഇനി പ്രതിരോധ മാർഗമല്ല സ്വീകരിക്കുക, ആക്രമണമാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ടത്. അത് മാത്രമല്ല, വാക്കുകൾ പാലിക്കാത്ത അമേരിക്കയെ ഇനി വിശ്വാസമില്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നത് പുതിയ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുകയാണ്. കിരൺ ബാബു ഉണ്ട്. കിരണ്, ഞങ്ങൾ ജയിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. അതിന് പല അർത്ഥങ്ങളുണ്ട് താനും. കാരണം അമേരിക്ക പ്രതീക്ഷിച്ച തരത്തിൽ യുദ്ധം എത്തിയില്ല. അത് അവരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ തലത്തിലുള്ള പ്രതികരണങ്ങളും ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുമുണ്ട്. ഇപ്പോൾ ആക്രമണമില്ല, ട്രംപ് പുറകോട്ടാണ്. എന്താണ് സംഭവിക്കുന്നത് പശ്ചിമേഷ്യയിൽ? രഞ്ജിത്ത്, ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആരംഭിച്ച യുദ്ധത്തിന് ശേഷം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇത് എന്ന് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇന്നലെയായിരുന്നു ഈ പ്രഖ്യാപനം നടത്തിയത്. ഇത് ഇറാന്റെ സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖാലിബാഫാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഇറാനിലെ ഒരു സഭയിൽ അഭിസംബോധന ചെയ്ത അദ്ദേഹം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയും എല്ലാം സാന്നിധ്യത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. എന്താണോ ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമിട്ടത്, ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമിട്ടത് അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇറാൻ അതിൻ്റെ യുദ്ധം വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണോ ഇറാൻ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്, അതിൽ ഇറാൻ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ ലഭ്യമല്ല. ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് അമേരിക്കയും ഇറാനും ലക്ഷ്യമിട്ടത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ നൽകുന്ന വിവരണം അനുസരിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാൻ്റെ ഭരണാധികാരികളെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു. ഇറാൻ്റെ ഭരണകൂടത്തെ പൂർണ്ണമായും മാറ്റി മറ്റൊരു ഭരണകൂടത്തെ അവിടെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അത്തരം ഒരു ലക്ഷ്യത്തിന് ഇപ്പോഴും സാധ്യമാകാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിഞ്ഞിട്ടില്ല. യുദ്ധം തുടങ്ങി ഇത്രയേറെ കാലമായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ നഷ്ടമുണ്ടായി. ഇതിൽ ആഭ്യന്തരമായി തന്നെ ഈ വലിയ സാമ്പത്തിക നഷ്ടത്തിൻ്റെയും പേരിൽ ട്രംപിനടക്കം വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് അടക്കം ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ ഒരവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇറാൻ അവരുടെ യുദ്ധത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ആയുധം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഏറ്റവും ശക്തമായ രണ്ട് രാജ്യങ്ങൾ, ഈ രണ്ട് രാജ്യങ്ങൾ സംയുക്തമായി ഇറാനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആക്രമിച്ച് പൂർണ്ണമായും ഇല്ലാതാക്കാം എന്ന പ്രതീക്ഷയിലാണ് യുദ്ധം ആരംഭിച്ചത്. ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവിനെ അടക്കം, ഖമേനിയെ അടക്കം, അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളടക്കം കൊലപ്പെടുത്താൻ കഴിഞ്ഞു. രണ്ടാമത്തെ പരമോന്നത നേതാവ് ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ പുറത്തോ ഇതുവരെയും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചടക്കം പലതവണയടക്കം സംശയങ്ങൾ ഉയർന്നു. പക്ഷേ അപ്പോഴും ഇറാൻ അതിശക്തമായി തന്നെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രതിരോധവും പ്രത്യാക്രമണവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇറാനെ കീഴ്പ്പെടുത്താൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇറാന്റെ ഈ പ്രഖ്യാപനം. മറ്റൊരു പ്രഖ്യാപനം കൂടി ഇന്ന് ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അത് ഇറാൻ പറയുന്നത് പ്രധാനമായും ജൂൺ 18 ധാരണാപത്രം ഉണ്ടായിരുന്നു. അമേരിക്കയുമായി ഉണ്ടാക്കിയ ധാരണാപത്രം ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ ഈ ധാരണാപത്രം അംഗീകരിച്ച് ഒപ്പിട്ടതാണ്. അതനുസരിച്ച് 60 ദിവസത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തി ഇതിലൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇറാൻ ഇപ്പോൾ പറയുന്നത് ഈ 60 ദിവസത്തിനിടയിൽ ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ച ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതീവ ഗുരുതരമായ ധാരണാപത്രത്തിന്റെ ലംഘനം തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പരസ്പരം വെടിനിർത്തൽ
വെടിനിർത്തൽ കരാറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വെടിനിർത്തൽ കരാർ ഇരു കൂട്ടരും പാലിച്ചിരുന്നില്ല. ഇരുഭാഗത്തു നിന്നും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഇനി പൂർണ്ണമായും അപ്രസക്തമായിരിക്കുന്നു. ഇനിയും ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും അതിനെ നേരിടാൻ പൂർണ്ണമായും സേന സജ്ജമാണ് എന്നതുകൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത് പരമാവധി പ്രതിരോധം എന്നുള്ള ഒരു നയമായിരുന്നു ഇറാൻ ഈ യുദ്ധത്തിൽ സ്വീകരിച്ചിരുന്നത്. ആക്രമിക്കുക എന്നുള്ളതല്ല, പ്രതിരോധിക്കുക. പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് ഇറാൻ്റെ ആക്രമണങ്ങൾ എന്തായിരുന്നു ഇറാൻ്റെ ഔദ്യോഗികമായ നയം. പ്രായോഗികമായി അത് എങ്ങനെ വന്നാലും പക്ഷേ ആ നയത്തിൽ നിന്ന് ഇറാൻ മാറുന്നു. അതിന് പകരം പ്രതിരോധത്തിലൂന്നിയ ഈ നിലപാടിൽ നിന്ന് ആക്രമണാത്മകമായ ഒരു നിലപാടിലേക്ക് ഇറാൻ മാറുന്നു എന്നുള്ള സൂചന കൂടി നൽകുന്നു. എന്തായാലും അമേരിക്ക അല്പം യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്ന, അമേരിക്കയിൽ ആഭ്യന്തരമായി തന്നെ ട്രംപിന് ഇതിൻ്റെ പേരിൽ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അമേരിക്കയുടെ ആയുധ ശേഷിയിൽ തന്നെ വലിയ തോതിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം ഇറാൻ്റെ ഭാഗത്തുനിന്ന്. യുദ്ധം ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, അമേരിക്കയും ഇസ്രയേലും ഒരേപോലെ തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ്. ഇറാന്റെ പ്രഖ്യാപനം യുദ്ധം ജയിച്ചു എന്നുള്ള അവകാശവാദമാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. അമേരിക്ക അത് പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു വാർത്ത, US പ്രസിഡന്റ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയും മരുമകനുമായ ജാരഡ് കുഷ്ണർ ഇസ്രായേലിലെത്തി എന്നുള്ളതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയാണ് പ്രധാന ലക്ഷ്യം. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഗസയിലെ സമാധാന കരാറാണ്. US പിന്തുണയുള്ള സമാധാനാവധി നടപ്പിലാക്കണമെന്നുള്ള ട്രംപിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഹമാസുമായി കുഷ്ണർ അസാധാരണമായ ഒരു കൂടിക്കാഴ്ച നടത്തിയതും ഏറെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നത് കുഷ്ണർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 8ഓളം മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. കാരണം ഈ കരാർ നിലവിൽ വന്നിട്ടും ആക്രമണങ്ങൾ തുടരുന്നതിൽ അതിശക്തമായ എതിർപ്പാണ് ഈ മുസ്ലിം രാജ്യങ്ങൾ അറിയിച്ചത്. അമേരിക്കയ്ക്കും അതിശക്തമായ എതിർപ്പുണ്ട് നെതന്യാഹുവിനെതിരെ പല വിഷയങ്ങളിലും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കിരൺ ബാബു ഉണ്ട്. കിരൺ, ഇത് അസാധാരണമായൊരു സാഹചര്യമാണ്. കാരണം ആജന്മ ശത്രുക്കളായ ഹമാസുമായി കൂടിക്കാഴ്ച നടത്തുന്ന നേതാവ് തൊട്ടടുത്ത ദിവസം വരുന്നത് നെതന്യാഹുവിനെ കാണാനാണ്. പക്ഷെ നെതന്യാഹുവിനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരാളല്ല കുഷ്ണർ. അതും പ്രധാനമാണ്. രഞ്ജിത, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ ഒരു തുടർച്ച എന്നുകൂടി വേണമെങ്കിൽ പറയാം. കാരണം അമേരിക്ക ഇപ്പോൾ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ ദിവസങ്ങൾക്കുള്ളിലോ തന്നെ ഇറാനെ പൂർണ്ണമായും അവിടുത്തെ ഭരണകൂടത്തെ അവിടെ നിന്ന് പുറത്താക്കി പുതിയൊരു ഭരണകൂടത്തെ അവിടെ സ്ഥാപിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ യുദ്ധവും ആക്രമണവും ഒക്കെ ആരംഭിച്ചത്. പക്ഷേ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രത്യാക്രമണങ്ങളും പ്രതിരോധങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെയാണ്. അതിനെ തുടർന്ന് ഇപ്പോൾ പലതവണ ആ യുദ്ധം നീണ്ടു പോവുകയായിരുന്നു. സമീപ പ്രദേശത്തെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കെല്ലാം തന്നെ ഈ തരത്തിലേക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായ ആക്രമണമുണ്ടായി. ഇറാൻ്റെ ആയുധങ്ങളൊക്കെ ദിവസങ്ങൾക്കുള്ളിൽ തീർന്നു പോകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇറാൻ വളരെ തന്ത്രപരമായ നീക്കമാണ് നടത്തിയത്. പ്രധാനപ്പെട്ട ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ച് ഡ്രോൺ അടക്കമുള്ള ചെറിയ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച്, അതും തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ തുടർച്ചയായി പ്രതിരോധിക്കുകയും അമേരിക്കയും ഇസ്രയേലിനെയും ഒരുപോലെ തന്നെ പ്രയാസത്തിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ യുദ്ധത്തിന് സമാധാനത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയുള്ള ഒരു കരാറിലേക്ക് അമേരിക്ക ഇസ്രയേലിനെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇറാനുമായി ഒരു ധാരണയിലെത്തുന്നു. പക്ഷേ ആ ടെഹ്റാൻ ധാരണയൊക്കെ ഇപ്പോൾ അത് പൊളിഞ്ഞു എന്ന് ഇറാൻ തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നു. മറുഭാഗത്ത് കൂടിയാണ് ഈ ഹമാസുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള, ഇസ്രയേലിൻ്റെയും ഹമാസിൻ്റെയും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു നീക്കം കൂടി നടത്തിയത്. ഒരു 15 സമാധാന നിർദ്ദേശങ്ങളൊക്കെ ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ ട്രംപിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ഇസ്രയേൽ തള്ളുകയാണ് ഉണ്ടായത്. ഇതിനെതിരെയാണ് നേരത്തെ പറഞ്ഞതുപോലെ 8 അറബ് രാജ്യങ്ങളടക്കം മുസ്ലിം രാജ്യങ്ങളടക്കം അതിശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു. ബോർഡ് ഓഫ് പീസും ട്രംപ് തന്നെ അധ്യക്ഷനായ ബോർഡ് ഓഫ് പീസും ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചിരുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങളും ട്രംപിൻ്റെ നിർദ്ദേശങ്ങളുമൊക്കെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് പ്രധാനമായും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചത്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ നിലപാടിനെതിരെ രണ്ടുപേരും, ബെഞ്ചമിൻ നെതന്യാഹുവും അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെയും വാക്കുകൾ കൊണ്ട് ചില പോരാട്ടങ്ങളും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള മാനസികമായ ഐക്യമില്ലായ്മയും ഒക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് മറ്റൊരു മൂവ് കൂടി ട്രംപ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ മരുമകൻ കൂടിയായ കുഷ്ണറെ, അദ്ദേഹത്തിനാണ് ഈ മേഖലയുടെ ചുമതലയുള്ളത്, അദ്ദേഹത്തെ ഈ ചർച്ചകൾക്കായി നിയോഗിക്കുകയും ഹമാസിൻ്റെ പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഹമാസിൻ്റെ ഇപ്പോഴത്തെ നേതാവായ ഖലീൽ അൽ ഹയ്യെ നയിച്ച പ്രതിനിധി സംഘവുമായി കുഷ്ണറിൻ്റെ സംഘം ചർച്ച നടത്തിയായി ഔദ്യോഗികമായി തന്നെ പലസ്തീൻ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഈ ഹമാസിൻ്റെ നേതാക്കളുമായി ചർച്ച നടത്തിയ ഒരു ധാരണയിലെത്തിയ ശേഷമാണ് ഇപ്പോൾ കുഷ്ണർ ഇസ്രയേലിലെത്തിയിരിക്കുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്താൻ പോകുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരുമിച്ച് യുദ്ധം
ആക്രമണം ആരംഭിച്ച രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ തലവന്മാർ ഈ രണ്ടുപേരെ ആശ്രയിച്ചു കൂടിയാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും നിലപാടുകൾ കൂടി വ്യക്തമാകുന്നത്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഒരു പിന്മാറ്റത്തിന് തയ്യാറല്ല എന്നുള്ള നിലപാടിലേക്ക് പോകാൻ രാഷ്ട്രീയമായ ചില കാരണങ്ങൾ കൂടി നെതന്യാഹുവിന് മുന്നിലുണ്ട്. കാരണം നെതന്യാഹുവിൻ്റെ നിലപാട് അവിടെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. നെതന്യാഹുവിൻ്റെ നിലപാടിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ടോ? ഈ ഘട്ടത്തിൽ ഇസ്രായേൽ പോലൊരു രാജ്യം ഇറാനെ പോലൊരു രാജ്യത്തെ ആക്രമിക്കാൻ പോയിട്ട് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് മോശമാണ്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ കഴിയാതെ യുദ്ധം അവസാനിപ്പിച്ചു എന്നാൽ അതും നെതന്യാഹുവിനെ പോലെ ഒരു നേതാവിന് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ, അദ്ദേഹത്തിൻ്റെ ഒരു ശക്തൻ കരുത്തൻ എന്നുള്ള ഒരു പ്രതിച്ഛായക്കൊക്കെ മങ്ങലേൽപ്പിക്കും. അതുകൊണ്ട് അദ്ദേഹം ഇത് ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. പക്ഷേ പരമാവധി സമ്മർദ്ദം ചെലുത്താൻ തന്നെയുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ഒരു പിന്നോക്കം പോക്കിന് ട്രംപിനും കഴിയില്ല. കാരണം ട്രംപ് പറഞ്ഞിട്ട് അനുസരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ട്രംപിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇതും പോകുന്നു എന്നത് ട്രംപിൻ്റെ പ്രതിച്ഛായയ്ക്ക് അമേരിക്കയിലടക്കം ആഭ്യന്തരമായി ബാധിക്കുന്ന ഒന്നാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ മരുമകനായ കൃഷ്ണനെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി നിർണായകമായ ചർച്ചയാണ്. ഗാസയിൽ സമാധാനം പുലരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇതിനിടെ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ സംഭവിക്കുന്നത് ചൈനയിൽ നിന്നാണ്. അവിടെ ഷീ ജിൻപിങ്, ചൈനീസ് നേതാവ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നടത്തിയ വളരെ ആവേശകരമായ ഒരു പ്രസംഗത്തിൽ ടിയാൻമെൻ സ്ക്വയറിലെ ചൈനയുടെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രക്ഷോഭം അതിനെ അടിച്ചമർത്തിയത് നമുക്കറിയാം. ടാങ്കറുകളും സൈന്യത്തിൻ്റെ പോരാട്ടവുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളൊക്കെ ഒരുപാട് അപലപിച്ച ഒന്നാണ്. നിരവധി വിദ്യാർത്ഥികൾ മരിച്ചു വീണ ഒരു മണ്ണ് കൂടിയാണ് ആ പ്രദേശം. അവിടെ അതുമായി ബന്ധപ്പെട്ട് ആ പോരാട്ടത്തെ അല്ലെങ്കിൽ ആ ആക്രമണത്തെ ഒക്കെ ന്യായീകരിക്കുകയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. ടിയാൻമെൻ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തീരുമാനത്തെയും അദ്ദേഹം പ്രസംഗത്തിൽ പ്രശംസിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. 1993 മുതൽ 2002 വരെ ചൈനയുടെ നേതാവായിരുന്ന മുൻഗാമി ഒരാളായ ജിയാങ് സെമിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. രാജ്യം ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും. ആവേശകരമായ രാജ്യത്തിൻ്റെ മുന്നേറ്റം ഇനിയും കാണാം എന്നും മറ്റും ഷീ ജിൻപിങ് പറഞ്ഞു വെക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കിരണ്, ഇത് പ്രസക്തമാണല്ലോ. പ്രത്യേകിച്ചും ടിയാൻമെൻ പ്രക്ഷോഭം എന്ന് പറയുന്നത് ചൈന ആഗോളതലത്തിൽ വലിയ പരിക്കുകളേറ്റ അല്ലെങ്കിൽ വലിയ കുറ്റങ്ങൾ കേട്ട ഒരു പ്രക്ഷോഭത്തിൻ്റെ അടിച്ചമർത്തൽ കൂടിയാണ്. രഞ്ജിത്ത്, ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തും ലോകത്തിനു മുന്നിലുള്ള ഏറ്റവും കറുത്ത അധ്യായമാണ് 1989 ടിയാൻമെൻ സ്ക്വയറിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ ടാങ്കറുകളും തോക്കുകളും ഉപയോഗിച്ച് നടത്തിയ അതിക്രൂരമായ കൂട്ടക്കൊല. അതിൻ്റെ പേരിൽ ലോകരാജ്യങ്ങളാകെ ചൈനയെ നിശിതമായി വിമർശിച്ചിരുന്നു. ചൈനീസ് ന്യായീകരണങ്ങളെയൊക്കെ ലോകത്തെ ചൈനയെ അനുകൂലിച്ചിരുന്ന രാജ്യങ്ങൾ പോലും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിരുന്നു. അന്ന് ടിയാൻമെൻ സ്ക്വയറിൽ തടിച്ചുകൂടിയിരുന്ന ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് അന്ന് കുറെ കൂടി ജനാധിപത്യപരമായ ഒരു സർക്കാർ വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയത്. ആ സമരത്തിലേക്ക് ഓരോ ദിവസം കഴിയുന്തോറും വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുകയും അത് ടിയാൻമെൻ സ്ക്വയർ നിറഞ്ഞ ഒരു വലിയ പ്രക്ഷോഭമായി ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന ഒരു വലിയ പ്രക്ഷോഭമായി മാറി. ചൈനയെ സംബന്ധിച്ച് നമുക്കറിയാം, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ വലിയ നിയന്ത്രണങ്ങളുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ 89 അത്രത്തോളം കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് അവിടെ എത്തിയിരുന്നില്ല. പക്ഷേ ആ നിയന്ത്രണം ഈ സമരം ഒരു വലിയ പ്രക്ഷോഭമായി മാറുകയും രാജ്യത്തെ ഭരണകൂടത്തെ തന്നെ മാറ്റിമറിക്കുമെന്നുള്ളൊരു അവസ്ഥ എത്തിയ ഒരു ഘട്ടത്തിലാണ് ചൈന ഈ പ്രക്ഷോഭകാരികളുടെ സ്വന്തം രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ, ടാങ്കറുകൾ ഉപയോഗിച്ചടക്കം വെടിയുതിർക്കാൻ തീരുമാനിച്ചത്. അതാണ് ടിയാൻമെൻ സ്ക്വയറിലുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെയുള്ള ഏറ്റവും മാരകമായ ഒരു മനുഷ്യൻ്റെ കൂട്ടക്കുരുതി എന്ന് തന്നെ പറയാം. ആ സംഭവത്തെ പിന്നീട് ചൈന ഒരിക്കൽ പോലും അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വീണ്ടും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അതിനെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ്. ഈ ന്യായീകരിക്കാൻ അദ്ദേഹം തെരഞ്ഞെടുത്ത വേള ഒരു ഏറ്റവും പ്രധാനമാണ്. 1993 മുതൽ 2002 വരെ ചൈനീസ് പ്രസിഡന്റായിരുന്ന ജിയാങ് സെമിൻ്റെ ജന്മശതാബ്ദി വർഷമാണ്. ഈ ജന്മശതാബ്ദി വർഷത്തിൽ ചൈനയിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന ചൈനീസിൻ്റെ ഔദ്യോഗിക പ്രസിഡന്റൊക്കെ ഔദ്യോഗികമായി പ്രതിനിധികളെ കാണുന്ന ഈ ഹാളിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിലാണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും എല്ലാം പങ്കെടുത്ത ഇവിടെ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ടിയാൻമെൻ സ്ക്വയർ കൂട്ടക്കുരുതിയെ അദ്ദേഹം ന്യായീകരിക്കുന്നത്. പ്രക്ഷോഭകരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാനും സൈന്യത്തെയും ടാങ്കറുകളും ഉപയോഗിച്ചുകൊണ്ട് ടിയാൻമെൻ ചത്തുരത്തിൽ നിന്ന് അവരെ നീക്കം ചെയ്യാനും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള തീരുമാനത്തെ അദ്ദേഹം പൂർണ്ണമായും ശരിവെക്കുന്നു. 1989 വസന്ത വേനൽക്കാലം ചൈന നേരിട്ട ഗുരുതരമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് അന്ന് സാക്ഷ്യം വഹിച്ചുവെന്നും അക്കാലത്ത് സഖാവ് ജിയാങ് സെമീൻ കേന്ദ്ര കമ്മിറ്റിയുടെ ശരിയായ തീരുമാനങ്ങളെ ദൃഢമായി പിന്തുണയ്ക്കുകയും നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ട് ഷാങ്ഹായിൽ സ്ഥിരത നിലനിർത്താൻ ഫലപ്രദമായി പ്രവർത്തിച്ചു എന്നുമാണ് ഷീ ജിൻപിങ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ജിയാങ് സെമീൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി 12 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു ഡോക്യുമെൻ്ററി കഴിഞ്ഞ ദിവസങ്ങളിലായി
ദിവസമായി ചൈനയുടെ ഔദ്യോഗികമായ ടെലിവിഷൻ പ്രദർശിപ്പിച്ചിരുന്നു. ഇതിലും സമാനമായ രീതിയിൽ ഈ ടിയാൻമെൻ സ്ക്വയറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ക്രൂരമായി ടാങ്കറുകൾ ഉപയോഗിച്ച് അടിച്ചമർത്തിയ മനുഷ്യക്കുരുതിയെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പ്രക്ഷോഭത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ ഈ ഡോക്യുമെൻ്ററിയിലോ പിന്നീട് ഒന്നും പുറത്തു വരാൻ ചൈന ഇപ്പോഴും തയ്യാറായിട്ടില്ല. ചൈനയിൽ ഇപ്പോഴും ആ കൂട്ടക്കുരുതി സംബന്ധിച്ച ദൃശ്യങ്ങൾക്ക് അതിശക്തമായ നിയന്ത്രണമാണുള്ളത്. ഇതോടൊപ്പം തന്നെ മറ്റ് മേഖലയിൽ അമേരിക്കയുമായി ബന്ധം സ്ഥാപിച്ചതും ലോകത്തിൻ്റെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായും സൈനിക ശക്തിയുമായും ഒക്കെ ചൈനയെ വളർത്തിയതും ചൈനയുടെ ആഭ്യന്തരമായ കലാപങ്ങളൊക്കെ അടിച്ചമർത്തി ചൈന ഒരു വലിയ ശക്തിയായി ഉയർത്തിയതിനുമൊക്കെയുള്ള ജിയാങ് സെമീൻ്റെ പങ്കിനെയൊക്കെ തീർച്ചയായും ആവേശകരമായ പ്രസംഗമായിരുന്നു പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് എന്നുള്ളതാണ്. നമുക്ക് മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കെ സുരേന്ദ്രൻ BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തി. BJP ദേശീയ നേതൃത്വത്തിൽ അഴിച്ചുപണി ഇന്നുണ്ടായിരിക്കുന്നു. AP അബ്ദുള്ളക്കുട്ടിയെ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് ദേശീയ ട്രഷറർ. NSS നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ രാം മാധവിനെ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്തെത്തിച്ചു. 13 ദേശീയ ഉപാധ്യക്ഷന്മാരിൽ 5 വനിതകളുണ്ട്. 8 ജനറൽ സെക്രട്ടറിമാരിൽ സ്മൃതി ഇറാനിയാണ് ഏക വനിത. BL സന്തോഷ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി തുടരും. BJPയുടെ സോഷ്യൽ മീഡിയ IT സെൽ വിഭാഗം മേധാവിയായ അമിത് മാൽവിയ പുതിയ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. ദീപക് മസ്കയെ BJPയുടെ സോഷ്യൽ മീഡിയ കൺവീനറായും നിയമിച്ചു. മുത്തങ്ങ കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ CBI 3 കേസുകളിലായി 49 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ കൽപ്പറ്റ സെഷൻസ് കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ നൽകുന്നത്. അബ്ദുൽ സലാം വധശ്രമ കേസിലെ അപ്പീൽ പരിഗണിക്കവെയാണ് CBI ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചത്. അബ്ദുൽ സലാം വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട M ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. 4 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കുന്നതിൽ ഹൈക്കോടതി പിന്നീട് തീരുമാനമെടുക്കും. 2 ബോഡി ബിൽഡർമാരെ CI തസ്തികയിൽ നിയമിച്ചതിൽ ഇടത് സർക്കാരിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. യോഗ്യതയുള്ള രാജ്യാന്തര ഫുട്ബോൾ താരങ്ങൾക്ക് പോലീസിൽ നിയമനം നൽകിയില്ല. യോഗ്യതാ പരീക്ഷ പാസ്സാകാത്തയാൾക്ക് ഉന്നത തസ്തികയിൽ നിയമനം നൽകി. ചിലരെ നേരിട്ട് CI പോലെയുള്ള ഉന്നത പോസ്റ്റുകളിൽ നിയമിക്കുന്നു. പ്രൊമോഷൻ കാത്തിരിക്കുന്ന SIമാരുടെ മുകളിലൂടെയാണ് നിയമനം. ചട്ടം മറികടന്ന് നിയമനം നൽകുന്നതിൽ അഴിമതിയുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. നിയമനത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി നിലനിൽക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നിലപാടെടുത്തു. ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. CPM നിയന്ത്രണത്തിലുള്ള ഹലാൽ ഫായിദ ബാങ്കിനെതിരായ ആരോപണത്തിൽ വിശദീകരണവുമായി ഭരണസമിതി. ആരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ടില്ല. ഓഹരികളായാണ് പണം സ്വീകരിച്ചത്. ആകെ 6913 ഓഹരികളിൽ നിന്നായി 17,28,250 രൂപ സ്വരൂപിച്ചു. സെപ്റ്റംബറിൽ ഓഹരി ഉടമകളുടെ യോഗം വിളിക്കുമെന്നും ഭരണസമിതി അറിയിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,270, പവന് 1,14,160. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,725, പവന് 93,800. വെള്ളി ഗ്രാമിന് 250, കിലോയ്ക്ക് 2,50,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. വാർത്താ ബുള്ളറ്റിൻ തുടരും ഇടവേളയ്ക്ക് ശേഷം.